ഇൻ്റർനെറ്റിലൂടെ ഡെപ്പോസിറ്റ് ഒന്നും കൂടാതെ തന്നെ എങ്ങനെയാണ് നല്ലൊരു രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് അനിവാര്യമായിട്ടുണ്ട്. ആ ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് കയറാം. അല്ലാത്ത ആളുകൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുശേഷം അഡ്രസ് ബാറിനകത്ത് www.blogger.com എന്നടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഏതാണോ ആ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ജിമെയിൽ അക്കൗണ്ട് നമ്മളിവിടെ അടിച്ചതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് എത്രയാണോ ആ പാസ്വേഡ് താഴെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുന്നതിനുള്ള ആദ്യപടി എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൺഫേം യുവർ പ്രൊഫൈൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈല് പൂർണ്ണമായിട്ടും ഇവിടെ കാണാം. അത് എഡിറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ബ്ലോഗിലേക്ക് വരുന്ന അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇമെയിലായിട്ട് നമ്മളുടെ ഇമെയിലിലേക്ക് അയച്ചു തരാനായിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഇടുക. അതിനുശേഷം കണ്ടിന്യൂ ടു ബ്ലോഗർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയായി. ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ബ്ലോഗ് തുടങ്ങുന്നതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് നമ്മളുടെ ഭാഷ തിരഞ്ഞെടുക്കാം. അതായത് മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളും അതിനകത്തുണ്ട് വരുന്നുണ്ട്. നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും ആ രീതിയിൽ തിരഞ്ഞെടുത്ത് ബ്ലോഗ് ഉണ്ടാക്കാം. നമ്മൾ ബ്ലോഗ് ഉണ്ടാക്കുമ്പോൾ ഈ ന്യൂ ബ്ലോഗ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ബ്ലോഗ് നൗ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ന്യൂ ബ്ലോഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ടൈറ്റിൽ, ഈ ടൈറ്റിലായിരിക്കും നമ്മുടെ ബ്ലോഗിൻ്റെ ഏറ്റവും മുന്നേ കാണുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സാധ്യതയുള്ള കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു പേരായിരിക്കണം നാം അവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏൺ മണി എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ ബ്ലോഗിന് ഒരു നെയിം ഉണ്ടാക്കേണ്ടതുണ്ട്. ആ നെയിം നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. നമുക്ക് താല്പര്യമുള്ള ഏത് അഡ്രസ്സാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏൺ മണി എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സോറി, ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഉള്ള ഒരു അഡ്രസ്സ് നമുക്ക് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പെല്ലിംഗ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടെംപ്ലേറ്റ് ആയിട്ട് ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ കാണുന്നതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മോഡൽ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് ബ്ലോഗ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. രാംദേവ്സ് എന്ന് പറയുന്ന ഒരാളുടെ ബ്ലോഗാണ്. ഏൺ മണി എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വേറെ പോസ്റ്റിങ്ങുകളൊന്നും തന്നെയില്ല. നമുക്ക് വേണമെങ്കിൽ വ്യൂ ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് കാണാം. ഏൺ മണി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോ പോസ്റ്റിങ്ങുകളൊന്നും തന്നെ വന്നിട്ടില്ല, യാതൊന്നും തന്നെ ഇല്ല, ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് പോസ്റ്റിങ്ങുകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലോഗ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആ ബ്ലോഗിലേക്ക് നമ്മളുടെ ആവശ്യമുള്ള മാറ്ററുകൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ കൃത്യമായിട്ട് കൂടുതൽ ആളുകൾക്കും ആവശ്യകരമാവുന്ന ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടിയുള്ള ഒരു മാറ്ററാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് വിസിറ്റേഴ്സ് വരികയും അതിനകത്ത് ട്രാഫിക് കൂടുകയും അതുവഴി ഗൂഗിൾ കൂടുതൽ പരസ്യങ്ങൾ ആഡ് ചെയ്യുകയും നമുക്ക് വരുമാനം കൂടുതലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള മാറ്ററുകൾ തയ്യാറാക്കിയതിന് ശേഷം വേണം ബ്ലോഗ് പോസ്റ്റിങ്ങിലേക്ക് നമുക്ക് പോകാനായിട്ട്. അതിനായിട്ട് നമ്മൾ ഈ ലിങ്കാണ് നമ്മൾ അതിനുപയോഗിക്കുന്നത്, ക്രിയേറ്റ് ന്യൂ പോസ്റ്റ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റിങ്ങിൻ്റെ
അവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് കമ്പോസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബ്ലോഗിൻ്റെ HTML ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് നോക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കണ്ടു, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോണ്ട്, അങ്ങനെ നമുക്ക് ഏത് ടൈപ്പിങ്ങിന് ആവശ്യമായ ബോൾഡ്, ഇറ്റാലിക്, കളർ ചേഞ്ച് ചെയ്യാൻ കളർ, അത്തരത്തിലുള്ള ഇപ്പോൾ വേറെ ഏതെങ്കിലും ബ്ലോഗുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ ലിങ്ക്, അതുപോലെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാം, വീഡിയോ ഇൻസേർട്ട് ചെയ്യാം, അത്തരത്തിൽ അലൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നമുക്കിവിടെ നമ്മളിപ്പോൾ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് ഈ രീതിയിൽ നമ്മളൊരു മാറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാം. സെൻട്രൽ അലൈൻമെൻറ്റ് ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഈ ആ എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് മലയാളം എന്നുള്ളതിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ ആയിലേക്ക് ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം നമ്മളിവിടെ ഇപ്പോൾ വെള്ളം, വാട്ടർ എന്നുള്ളതിന് പകരം നമ്മൾ VELLAM വെള്ളം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്താൽ വെള്ളം ഉണ്ടോ. ഇതിലേത് ഏതാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ അത് അവിടേക്ക് വരും. ഈ രീതിയിൽ നമുക്ക് മലയാളത്തിലോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ഇത് വ്യക്തമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ പ്രിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്തതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. ഉണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വാട്ട് ഈസ് ദിസ്, ഇത് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്താണ്. വെള്ളം നമ്മളിവിടെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ കമൻറ്റ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ കമൻറ്റുകൾ ആളുകൾ നമ്മുടെ ബ്ലോഗിനെ കണ്ടുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ പോസ്റ്റ് കമൻറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് നോ കമൻറ്റ്സ്, ഒരു കമൻറ്റും ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇത് നമുക്ക് ബോധ്യപ്പെട്ടു, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാം. തെറ്റുകളെല്ലാം അത് കണ്ടതിന് ശേഷം വീണ്ടും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത് പബ്ലിഷ്. നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ആ ഒരു വാട്ട് ഈസ് ദിസ് അതുപോലെ വെള്ളം എന്നുള്ള മാറ്ററുള്ള അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പോസ്റ്റിങ്ങിൽ പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇത് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് വരുന്നത് ഇന്ന് പോസ്റ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള മാറ്ററുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പോസ്റ്റ് ഇനി അഡീഷണൽ ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ പോസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് വേണമെങ്കിലും, എന്ത് മാറ്റർ ആണോ നമുക്ക് ആവശ്യം അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മൾ മലയാളം സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള മലയാളമാണ് നമുക്ക് വരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് മറ്റാരും തന്നെ കമൻറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ബ്ലോഗ് കണ്ടപ്പോൾ അവിടെ കമൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു, നമുക്ക് ആരും തന്നെ കമൻറ്റ് ചെയ്യണ്ട എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ബട്ടണിനകത്ത് കണ്ടു ഓപ്ഷൻസ്, റീഡർ കമൻറ്റ്സ് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോണ്ട് അലൗ ഇട്ട് കഴിഞ്ഞാൽ ആരും തന്നെ നമുക്ക് കമൻറ്റുകളൊന്നും തന്നെ അയക്കുന്നതല്ല. ഡൺ കൊടുത്താൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കമൻറ്റുകളും നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ പബ്ലിഷ് ചെയ്താൽ കണ്ടോ രണ്ടാമത്തെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ 1, 2 എന്നുള്ള രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ഇവിടെ കമൻറ്റ്സ് എന്ന് പറയുന്ന ടാഗിൽ നോക്കിയാൽ ഏതെങ്കിലും കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാം. അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, സ്പാം ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ആ രീതിയിൽ കമൻറ്റ് എന്ന് പറയുന്ന ഈ ടാബിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി വരുന്നത് സ്റ്റാറ്റ്സ് എന്ന് പറയുന്ന ഈ ടാബാണ്. ഇതിനകത്ത് സ്റ്റാറ്റസ്, നമ്മുടെ ഇതിനകത്ത് എത്രത്തോളം വിസിറ്റേഴ്സ് ഈ സമയം കൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 3 വിസിറ്റേഴ്സ് നമുക്കിപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നുള്ളവരാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസ് ഇവിടെ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ത്യയിൽ നിന്ന് 2 പേരും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരാളും ഈ പ്രത്യേക സമയം കൊണ്ട് തന്നെ അത് നമ്മൾ കൊടുത്തിട്ടുള്ള ഏൺ മണി എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഹെഡിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആളുകൾ വിസിറ്റേഴ്സ് എത്തി വരുന്നതായിരിക്കും.
ഇങ്ങനെയാണ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ലേഔട്ടാണ്. ലേഔട്ടിനകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേഔട്ട്. നമ്മളുടെ ബ്ലോഗിൻ്റെ ഒരു ചിത്രമാണ്, ലേഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് ആഡ് ഗാഡ്ജറ്റ് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ആഡ് ഗാഡ്ജറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രീതിയിലുള്ള ഗാഡ്ജറ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഈ ഗാഡ്ജറ്റ് ആയിരിക്കും നമുക്ക് അവിടേക്ക് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഏത് ഗാഡ്ജറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗാഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ സേവ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അവിടേക്ക് സേവ് ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു എൻമയുടെ ഹെഡറായിട്ട് അവിടേക്ക് വരും. ഈ രീതിയിൽ ഗൂഗിൾ ബാഡ്ജ് ഇവിടെ വരും. ഇവിടെ അവരുടെ പരസ്യമാണ് നമുക്ക് നമ്മൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ഇനി അതിനുശേഷം ബ്ലോഗ് ആർക്കൈവ് എന്ന് പറയുന്ന ഇവിടെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നാളുകൾ കഴിയുമ്പോഴാണോ നമ്മളുടെ ബ്ലോഗിലെ വിവരങ്ങൾ നമ്മൾ ആർക്കൈവിലേക്ക് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയാം. നമുക്ക് മന്ത്ലി, വീക്കിലി, ഡെയിലി എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അത്ര നാൾ കഴിയുമ്പോൾ അത് ആർക്കൈവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അതുപോലെ തന്നെ നമ്മളുടെ അബൌട്ട് മീ എന്ന് പറയുന്ന അതാണ് നമ്മുടെ ബ്ലോഗിൻ്റെ ഈ വശത്ത് വരുന്നത്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്താൽ നമുക്ക് ആ രീതിയിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കാം. അതുപോലെ ആട്രിബ്യൂഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൽ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ വേണ്ടതെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് അത് ചെയ്തതിന് ശേഷം ഇവിടെയാണ് പോസ്റ്റിംഗ് നമ്മുടെ വരുന്നത്. ശേഷം നമുക്കിവിടെ സേവ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്തു വെച്ച സേവ് അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്തത് സേവ് അറേഞ്ച്മെൻറ്റ് അവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ആണ്. നമ്മൾ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടു ഒരുപാട് മോഡൽ ടെംപ്ലേറ്റ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് എഡിറ്റ് HTML ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മളുടെ ബ്ലോഗ് വരുന്നത്. മൊബൈലിലാണെങ്കിൽ മൊബൈൽ വെർഷനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വരുന്ന ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HTML അത്രയും പ്രാവീണ്യമുള്ള ആളുകൾക്ക് സാധിക്കൂ. അതല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ബ്ലോഗ് താഴെ കാണാം. ഇതിലുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെല്ലാം നമുക്കിവിടെ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ടെംപ്ലേറ്റ്സ് ആണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ടെംപ്ലേറ്റ് വേണ്ട, മറ്റൊന്നിലേക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് വേറെ മറ്റൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ രീതിയിൽ ടെംപ്ലേറ്റ് നമ്മൾ മാറ്റി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്തും ഈ രീതിയിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഡൺ കൊടുത്താൽ നമുക്കുണ്ടോ ഈ രീതിയിൽ നമ്മുടെ ബ്ലോഗിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ടു ബ്ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലോഗിലേക്ക് അപ്ലൈ ആയിട്ടുണ്ടായിരിക്കും. ടെംപ്ലേറ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് ടു ബ്ലോഗർ നമ്മൾ ആര് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ബ്ലോഗറിലേക്ക് നമ്മൾ തിരിച്ചെത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു രൂപമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏൺ മണി സെറ്റിങ്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ പറയുന്നത്. ഇവിടെ സെറ്റിങ്സിനകത്ത് നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഏതാ സേവ് ചേഞ്ചസ് കൊടുത്താൽ അത് ചേഞ്ച് ആയി പോകും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് 500 വാക്കുകളിൽ കൂടാത്ത രീതിയിലുള്ള നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മളുടെ ഹെഡിങ്ങിനെ പറ്റി നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ പ്രൈവസി അവിടേക്ക് നമുക്ക് ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആഡ് യുവർ ബ്ലോഗ് ടു യുവർ ലിസ്റ്റിങ്സ്. ഇവിടെ നമുക്ക് ഇവിടെ രണ്ടിലും കൊടുത്താൽ മാത്രമാണ് നമ്മളുടെ ബ്ലോഗിനെ മറ്റ് സെർച്ച് എഞ്ചിനുകൾ ക്രൗൾ ചെയ്യുകയും നമുക്ക് കൂടുതൽ ലിങ്കുകൾ നമുക്ക് കൂടുതൽ വിസിറ്റേഴ്സ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും യെസ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരും. എന്നാലും നമ്മൾ
ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുത്താൽ ആ രീതിയിലേക്ക് ചേഞ്ച് ആയിക്കോളും. അതിനുശേഷം ബ്ലോഗിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ കസ്റ്റം ഡൊമൈൻ വേണമെങ്കിൽ കസ്റ്റം ഡൊമൈൻ എടുക്കാം. ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലോഗ് ഓതേഴ്സിന് നമുക്ക് കൂടുതൽ ഓതേഴ്സിന് നമുക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് കൂടുതൽ ആളുകളെ സമ്മതിപ്പിക്കണമെങ്കിൽ നമ്മളിവിടെ കൊടുത്താൽ അവർക്കും കൂടി നമ്മളതിനകത്ത് കയറി ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അതുപോലെ ബ്ലോഗ് റീഡേഴ്സ്, ഇത് ആരൊക്കെയാണ് വായിക്കേണ്ടത് കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം നമുക്ക് എല്ലാവരും വായിക്കണോ അതോ ബ്ലോഗ് ഓതേഴ്സ് മാത്രം വായിച്ചാൽ മതിയോ എന്നുള്ള രീതിയിൽ എനിബഡി ഇട്ടാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിസിറ്റേഴ്സ് വരുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളിതിലൊരു ചേഞ്ച് വരുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത വരുന്ന ബേസിക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് പോസ്റ്റ് ആൻഡ് കമൻസ് ആണ്. പോസ്റ്റിങ്ങിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പോസ്റ്റ് ആൻഡ് കമൻസിൽ പോയാൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഷോ മൈ പോസ്റ്റ് ഒക്കെ ഉണ്ടാവും. മെയിൻ പേജിൽ നമുക്ക് എത്ര പോസ്റ്റ് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ ടെംപ്ലേറ്റ് അഡീഷണൽ ആഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങൾ, കമൻസ് ലൊക്കേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ, കമൻസ് ലൊക്കേഷൻ മാറ്റിയിടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതൊക്കെ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞ ലിങ്കിൽ പോയാൽ മൊബൈലിലേക്ക് SMS വരാനായിട്ടുള്ള സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ലാംഗ്വേജ് ആൻഡ് ഫോർമാറ്റിംഗ് ഈ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈം സോൺ മാറ്റാനായിട്ടും ലാംഗ്വേജസ് ഇംഗ്ലീഷ് എന്നുള്ള മാറ്റാനായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് അതേഴ്സ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൈറ്റ് ഫീഡ് ഫുള്ള് ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനേക്ക് ഇത് വന്നിട്ടുണ്ട്. ഓപ്പൺ ID ഒന്നും നോ ട്രസ്റ്റഡ് സൈറ്റ്സ് ഒന്നും ഇല്ല അതിനകത്ത്. അഡൾട്ട് കണ്ടന്റ് എന്ന് കാണുന്ന ഈ ഇതിൽ നോ എന്ന് തന്നെ ആയിരിക്കണം. അത് ആക്കിയതിന് ശേഷം സേവ് ചേഞ്ചസ് ഇതൊക്കെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോഗിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്ലോഗ് നല്ല രീതിയിൽ നല്ല ഒരു സൈസായി നല്ല രീതിയിൽ ആളുകൾ വന്ന് തുടങ്ങി കണ്ടു. ഇപ്പോൾ തന്നെ 4 ആൾ ഓൾറെഡി ആയി കഴിഞ്ഞു. നമുക്ക് ആ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹെഡിങ് ഇട്ടാൽ നല്ല രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള വർക്കും കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ട്രാഫിക് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് വരുന്ന ഒരു ലിങ്കാണ് ഏണിങ്സ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അവരുടെ അപ്രൂവൽ നമുക്ക് കിട്ടും. അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആളുകൾ കാണുന്ന നല്ല രീതിയിലുള്ള കണ്ടൻ്റ് ഉള്ള ഒരു ബ്ലോഗായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനേക്കാൾ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള അപ്രൂവൽ കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ നമുക്ക് വീണ്ടും അത് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്ലോഗിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞു, ബ്ലോഗ് നല്ല രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങി എന്ന് വന്നാൽ മാത്രം നമ്മൾ ഏണിങ്സ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ ലിങ്കിലേക്ക് നമുക്ക് പോകാം. ഈ ലിങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ക്രിയേറ്റ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ്സെൻസിൻ്റെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് അക്കൗണ്ട് ടൈപ്പ് ഏതാണ് വേണ്ടതെന്ന ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആണോ ബിസിനസ് ആണോ, ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ടെറിട്ടറി ഇതിൻ്റെ ഏത് പ്രദേശത്താണ് എന്നുള്ളിടത്ത് നമ്മൾ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഫുൾ നെയിം, നിങ്ങളുടെ അഡ്രസ്സ്, ഏത് ടൗൺ ആണോ, പിൻകോഡ്, സ്റ്റേറ്റ്, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ 1 2 3 4 ഇത്തരം കാണുന്ന ഇതിലെല്ലാം തന്നെ ടിക്ക് മാർക്ക് ഇടുക. ഇതിലെല്ലാം ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഇൻഫർമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആഡ്സെൻസ് അക്കൗണ്ട് നമ്മളുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും അടിയിൽ ഇത് വേണമെങ്കിൽ പോളിസിയൊക്കെ നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ഐ ആക്സെപ്റ്റ് ചെയ്താൽ നമ്മളുടെ അക്കൗണ്ട് അവിടെ ആക്സെപ്റ്റ് ആവുന്നതായിരിക്കും. നമ്മളുടെ അപ്രൂവൽ വരാനായിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഏണിങ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 48 മണിക്കൂറിനകത്താണെങ്കിൽ നമുക്ക് യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ഈസ് വെയിറ്റിംഗ് അപ്രൂവൽ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് അപ്രൂവലായി എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് വരും. പിന്നീട് നമ്മളുടെ അവിടെ പരസ്യം അതിനുശേഷം അവർ ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഉണ്ടോ ഇവിടെ കാണാം സർവിങ് ഫീഡ്സ് ആഡ്സ് ഓൺ
ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ തന്നെ അവർ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡിസ്പ്ലേ ആഡ്സ് ഇൻ മൈ സൈഡ് ബാർ ആൻഡ് പോസ്റ്റ്. നമുക്ക് ഇവിടെ എവിടെയാണോ നമ്മളുടെ പരസ്യം ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ പരമാവധി കിട്ടാനായിട്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ എടുക്കുകയാണ് നല്ലത്. നമുക്ക് ഈ 48 മണിക്കൂറിനകത്ത് ഇതിൻ്റെ അപ്രൂവൽ വരും. അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റിനകത്തേക്ക് അവർ പരസ്യങ്ങൾ സ്വാഭാവികമായിട്ട് ആഡ് ചെയ്യും. അതിൻ്റെ ഏണിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് നമുക്കൊരു ബ്ലോഗിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സൈറ്റിൽ നമ്മൾ തന്നെ കയറാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൈറ്റിൽ കയറാനും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പരസ്യങ്ങൾ കാണാനും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത്തരം കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ സസ്പെൻഡ് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. സസ്പെൻഡ് ചെയ്ത് കളഞ്ഞാൽ ഒരിക്കൽ പോലും ആ പേരിലോ അഡ്രസ്സിലോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ അഡ്രസ്സിലോ ഇമെയിൽ ഐ ഡിയിലോ പുതിയൊരു ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കാനും സാധിക്കില്ല. കാരണം നമുക്കറിയാം, ഇവിടെ സ്റ്റാറ്റസിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസിനകത്ത് കണ്ടോ, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്, ഓഡിയൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കണ്ടോ, ഇവിടെ ഓരോ മാസത്തിൽ ഇപ്പോൾ ഒരു മാസത്തെ എടുക്കുകയാണെങ്കിൽ കണ്ടോ 779 പേര് ഇന്ത്യയിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 25 ആൾ, റൊമാനിയ, ഖത്തർ, ബഹ്റിൻ, ജർമ്മനി, ഇത്തരത്തിൽ ഓരോന്നും കാണാൻ പറ്റും. ക്രോം ഉപയോഗിച്ചിട്ട്, ഫയർഫോക്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്, വിൻഡോസ്, ആൻഡ്രോയിഡ്, അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ IP അഡ്രസ് അടക്കം കൃത്യമായിട്ട് ഗൂഗിളിന് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഗൂഗിളിനെ ചീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ നല്ല രീതിയിലുള്ള ബ്ലോഗ് ഉണ്ടാക്കുക എന്നുള്ളൊരു ക്രിയ മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഗൂഗിൾ തന്നെ ഏറ്റെടുത്ത് ചെയ്തോളും.